ഹായ്. അപ്പോൾ ഞാനിനി തൊട്ട് എൻ്റെ ചാനലിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഇംഗ്ലീഷിൻ്റെ കുറച്ച് ഫ്രേസസുകൾ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് സ്പീക്കിങ്ങിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഫ്രേസസുകളാണ്. ഈ കുറച്ചധികം ഫ്രേസസുകൾ നമുക്ക് അറിഞ്ഞാൽ തന്നെ സ്പീക്കിങ്ങിലുള്ള ആ ബുദ്ധിമുട്ട് നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നി അത് കുറച്ചുകൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നി ഞാൻ അതിൻ്റെ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഡെയിലി ഞാനൊരു 20 ഫ്രേസസ് എങ്കിലും നിങ്ങൾ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ആ 20 ഫ്രേസസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞതൊക്കെ ഒരു 5-6 വട്ടം പറഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് താറാവും ചെയ്യും. ഒരു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അത്യാവശ്യം ഒരു 3000 സംതിങ് ഫ്രേസസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുള്ളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മാർക്കില്ല കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഫ്രേസസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഓരോന്നായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് ബിഗിനേഴ്സിനൊക്കെ എളുപ്പം മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞാൻ ഫ്രേസസ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്രേസാണ് ടേക്ക് എ ചാൻസ്. എന്താണ് ടേക്ക് എ ചാൻസ്? ടേക്ക് എ ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം മീനിങ് ഒരു അവസരം എടുക്കുക. നമ്മളായിട്ടൊരു അവസരം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾ പറയുകയാണെങ്കിൽ ഈ ഒരു അവസരം എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ടേക്ക് എ ചാൻസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇത് പറയുകയാണ് ഞാനൊരു അവസരം എടുക്കും എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? എടുക്കും എന്നുള്ളത് ഫ്യൂച്ചറിൽ വരുന്ന കാര്യമാണല്ലേ. അപ്പോൾ നമ്മളവിടെ എന്ത് ഉപയോഗിക്കണം? വില്ല് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഐ വിൽ ടേക്ക് എ ചാൻസ്. ഞാനൊരു അവസരം എടുക്കും. നിങ്ങളത് പറഞ്ഞു നോക്ക്. ഐ വിൽ ടേക്ക് എ ചാൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മളത് എന്ത് പറയുക, നമ്മളിപ്പോൾ ഒരു റിസ്ക് എടുത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കാം. അപ്പോഴും നമുക്കിത് പറയാമല്ലോ, അതായത് ഞാനൊരു ചാൻസ് എടുക്കും, ഞാൻ എൻ്റേതായിട്ടൊരു ചാൻസ് എടുക്കുമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ എപ്പോഴും. അപ്പോൾ അവിടെ നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഫോംസ് കൊണ്ട് നമുക്കിവിടെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, നീ ഫ്യൂച്ചറിൽ ഒരു അവസരം എടുക്കൂ എന്ന് ചോദിക്കുകയാണെന്ന് വയ്ക്കാം. അപ്പോൾ ഫ്യൂച്ചർ വരുമ്പോൾ നമുക്കറിയാം സാധാരണ നമ്മൾ വില്ലാണ് ഉപയോഗിക്കാറ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നമ്മൾ വില്ല് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പം നമ്മളെങ്ങനെ ചോദിക്കുക? വിൽ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരാം. അപ്പം നമ്മൾ ചോദിക്കുക, വിൽ യു ടേക്ക് എ ചാൻസ്? നീ ഒരു ചാൻസ് എടുക്കുമോ? ഇനിയിപ്പോൾ പാസ്റ്റിൽ നമ്മളിപ്പോൾ എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. ഈ ഒരു അവസരം എടുത്തു എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഡാണ് ഉപയോഗിക്കേണ്ടത്, നമുക്കറിയാമല്ലേ. അപ്പോൾ ഡിഡ് യു ടേക്ക് എ ചാൻസ്? നീ ഒരു അവസരം എടുത്തോ എന്നുള്ളതായി. ഇനി ഇപ്പോൾ പ്രസൻറ്റിൽ ഇപ്പോൾ നമ്മൾ ചോദിക്കാം, പ്രസൻറ്റിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഡു ഓർ ഡസ് ആണ് ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ നീ ഒരു അവസരം എടുത്തോന്ന് എങ്ങനെ ചോദിക്കാം? ഡു യു ടേക്ക് എ ചാൻസ്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് പോർഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി സെക്കൻഡ് ഫ്രേസാണ് മിസ് എ ചാൻസ്. മിസ് എ ചാൻസ്. മിസ് എ ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസരം നഷ്ടപ്പെടുത്തുക. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ അവസരം നഷ്ടപ്പെടുത്തിയത് എങ്ങനെ പറയാം? മിസ്ഡ് എ ചാൻസ്. അതായത് മിസ് എൻ്റെ കൂടെ ഇ ആൻഡ് ഡി ആഡ് ചെയ്യണം. അതായത് നമ്മൾ നഷ്ടപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ആക്ഷനാണ്, പാസ്റ്റിൽ നടന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പാസ്റ്റിൽ വരുമ്പോൾ നമ്മളൊന്ന് ഇ ഡി ആഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇറഗുലർ വെബ്സ് നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ ഇവിടെ ഇറഗുലർ വെബ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മിസ് എന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഇ ഡി ആഡ് ചെയ്തിട്ട് നമ്മൾ മിസ്ഡ് എന്നാക്കി. ഓക്കെ, അപ്പോൾ ഐ മിസ്ഡ് എ ചാൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചോദിച്ചോണം. പാസ്റ്റിൽ ചോദിക്കണമെങ്കിൽ ഡിഡ് ഉപയോഗിച്ചിട്ട് ഡിഡ് യു മിസ് എ ചാൻസ് ചോദിക്കുക. ഫ്യൂച്ചറിലേക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ വിൽ യു മിസ് എ ചാൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ.